അച്ഛാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഈ സ്ഥലവും ആൾക്കാരും ആരും ശരിയല്ല. എന്താ മോളെ, എന്ത് പറ്റി? ഇപ്പൊ നമ്മളിനി എങ്ങോട്ട് പോവാനാ? എവിടുന്നാണോ വന്നേ അങ്ങോട്ട്? നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്കോ? നമ്മള് വേദാന്തിന്റെ കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നു? വേദാന്തിന്റെ കൂടെ തന്നെ തിരിച്ചും പോ. അതല്ലേ ശരി. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ മാത്രം എന്താ ഉണ്ടായി? ഒന്നും ആയിട്ടല്ല, നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. അവരെങ്ങനെയാന്ന് വെച്ചാ നോക്കട്ടെ. റൗഡി കൊച്ചേ, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? അതെന്താന്ന് പോയി ചേട്ടനോട് തന്നെ ചോദിക്കും, അവൻ പറയും. അവൻ ശരിക്കും ഒരു മണ്ടല. അച്ഛാ വന്നേ, നമുക്ക് പോവാം. അമ്മു, എന്താ കാര്യം എന്തെങ്കിലും പറയും. അയ്യോ, എനിക്ക് കിട്ടേണ്ട മുത്ത് ഇവിടെ നിൽക്കുമായിരുന്നു. എന്ത് സംഭവിച്ചാലും ഈ അഹങ്കാരിയുടെ കണ്ണിൽ ഞാൻ പെടാൻ പാടില്ല. എല്ലാരും ഇപ്പൊ അകത്ത് കണ്ടതാണല്ലോ. ഇനി ഇവിടെ ആരുടെ ഫോൺ റിംഗ് ചെയ്യുന്നു? നെറ്റ് കിട്ടുന്നില്ലല്ലോ. റൗഡി മേഡം, സോറി മേഡം, എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്റെ ഫോണിൽ റേഞ്ച് ഇല്ല. മേഡത്തിന്റെ ഫോൺ ഒന്ന് തരാൻ പറ്റുമോ? അതേതാ ഇത്ര ഇമ്പോർട്ടന്റ് കോൾ? അതെന്താ മേഡം അങ്ങനെ ചോദിക്കുന്നത്? ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് എന്റെ പെണ്ണിന്റെ കാര്യം എനിക്ക് അറിയണമല്ലോ. അതാ. തനിക്ക് പെണ്ണൊക്കെ ഉണ്ടോ? എന്റെ മീനുന്റെ ലവ് സ്റ്റോറി ഈ കേരളം മുഴുവൻ കത്തി നിൽക്കുകയല്ലേ. എന്നിട്ടും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനൊക്കെ ചോദിക്കാൻ എങ്ങനെ തോന്നി? അപ്പൊ അവളെയാണോ വിളിക്കാൻ പോകുന്നത്? ഞാൻ എന്തായാലും ഇവിടെ സേഫ് ആണല്ലോ. അവളും അവിടെ സേഫ് ആണോ എന്ന് ഞാൻ അറിയണ്ടേ മേഡം? അതെന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതൊന്ന് ചോദിച്ചറിയണ്ടേ? ഒന്ന് ഫോൺ താ മേഡം. ശരി. ഹലോ മീനു, അയ്യോ മുത്ത്, ഞാനിവിടെ സേഫാ. എന്റെ മുത്ത് സേഫ് അല്ലേ? ഹലോ
കുറച്ചു നേരം മുമ്പ് ഇവിടെ ആരുടെ ഫോൺ റിങ് ചെയ്യുന്ന പോലെ കേട്ടല്ലോ. ഇനി എനിക്ക് തോന്നുന്നതാണ് അമൂല്യ, അമൂല്യ ഒന്ന് നിക്ക്. അമൂല്യ സ്റ്റോപ്പ്. അമൂല്യ നിന്നോടാ പറഞ്ഞു നിൽക്കാൻ. ഇവർക്കിടയില് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇവളെന്തിനാ വേദിനോട് ദേഷ്യപ്പെടുന്നേ? നീ എന്തിനാ ഇത്രയും വാശി കാണിക്കുന്നേ? എത്ര നേരമായിട്ട് പുറകെ നടക്കാൻ ഞാൻ ഒന്ന് മൈൻഡ് ചെയ്ത് എങ്ങോട്ടാ നീ പോകുന്നേ? എന്നെ വിട്ടേക്ക്. നിനക്ക് എപ്പോഴും നിന്റെ ഇഷ്ടങ്ങളല്ലേ വലുത്. എന്റെ ഫീലിങ്സിന് ഒരു വിലയില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണം. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല. ഈ ആണുങ്ങളൊക്കെ ഒരുപോലെയാ, മെയിൽ ഷോവനിസ്റ്റുകള്. നീ പിടിച്ച മൊയിലിന് 3 കൊമ്പ. നീ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആയിട്ട് ചെയ്യണം, അല്ലേ? എന്തൊക്കെയാ നീ പറയുന്നേ? നീ പറഞ്ഞതല്ലാതെ ഇതുവരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യൂല്ല. ഓഫ് കോഴ്സ് നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മുടെ ടേസ്റ്റിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ പരസ്പരം പറഞ്ഞ് സോൾവ് ചെയ്യല്ലേ വേണ്ടേ? ഇങ്ങനെ സില്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ശരിയാണോ? ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കാനുള്ളതാ. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആയാലോ? ഇത് ആണുങ്ങളുടെ മാനിപ്പുലേഷൻ. ആദ്യമേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചല്ലോ. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായി? ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും ചേരില്ലെന്നെങ്ങാനും പറയോ? ഇത്രയും നാള് നമ്മൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണെന്നല്ലേ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ ജീവിതം എന്തായി തീരുമെന്ന്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നീ എന്തിനാ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? ഇതൊക്കെ വലിയ നോൺസെൻസാ. ശരിയാ, ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിനക്ക് നോൺസെൻസ് ആയിട്ട് മാത്രമേ തോന്നൂ. സ്വന്തം കാര്യം മാത്രമല്ലേ ചിന്തിക്കാറുള്ളൂ. അത്രയ്ക്ക് കഷ്ടമാണെങ്കിൽ നിന്റെ ലൈഫ് എങ്ങനെയാ വേണ്ടെന്ന് നീ തന്നെ ചിന്തിക്കും. വെറുതെ എന്റെ പിന്നാലെ വരുന്ന എന്തിനാ? നിന്നെ കല്യാണം കഴിക്കുന്നത് റേഡിയോ കേൾക്കുന്ന പോലെ ആയിരിക്കും. നീ ആയി നിന്റെ വൈറ്റ് സാറ്റൻ തുണിയായി. നീയായിട്ട് ഒരു ബന്ധം വേണ്ട എനിക്ക്. ശരി ശരി ശരി. അച്ഛാ, ഇത് അമ്മയാ. നിങ്ങൾ രണ്ടുപേരോടും മുത്തച്ഛിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. കോൺഫറൻസ് കോൾ ആണെങ്കിൽ ഓണാണോ? സംസാരിക്കണമെന്നോ? അവർ രണ്ടുപേരും ലൈനിലുണ്ടോ? അതെ അച്ഛാ, അവർക്ക് സംസാരിക്കണമെന്ന്. എന്തോ ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യണമെന്നാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്ക്ഡൌൺ അല്ലേ, അപ്പോ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് CM ലെറ്റർ അയക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തന്ത്രപ്പാടായിരിക്കുള്ളൂ. അച്ഛൻ സംസാരിക്കും. ആ നമസ്കാരം അമ്മേ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖാ മോനെ. നിങ്ങളെല്ലാവരും അവിടെ പെട്ടുപോയില്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ? ആഹാരം കിട്ടുന്നതിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല അമ്മേ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഓക്കെയാ. അത് നന്നായി. പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത് തന്നെ. എന്ത് പ്രശ്നം അമ്മേ? പ്രമി, അവിടെ വീട്ടിലാർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഒന്നുമില്ല. ഇവിടെ ആർക്കും ഒരു ആരോഗ്യ പ്രശ്നമില്ല. കാര്യം എന്താണെന്നറിയോ? അമ്മുന്റെയും വേദാന്തിന്റെ എൻഗേജ്മെന്റാ. നിങ്ങളെല്ലാവരും അവിടെയായി പോയതിന്റെ പേരില് ഈ മുഹൂർത്തം മിസ് ചെയ്യുന്നത് ശരിയായി തോന്നുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നറിയാൻ തിരുമേനിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് കേട്ട് എനിക്കൊരു ടെൻഷൻ പോലെ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി സംസാരിക്കാന്ന് വിചാരിച്ചാ വിളിച്ചത്. ആണോ? തിരുമേനി എന്താ പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം നാളെ നിശ്ചയം നടത്താൻ വേണ്ടി ഒരു സമയം കുറിച്ച് തന്നിരുന്നല്ലോ. അതിപ്പോ നടന്നില്ല എങ്കിൽ പിന്നെ ഈ വർഷം മറ്റൊരു നല്ല മുഹൂർത്തം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അയ്യോ, അങ്ങനെ പറഞ്ഞു? അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? അത് മാത്രമല്ല, അമ്മുന്റെയും വേദാന്തിന്റെയും ജാതകപ്രകാരം അവരുടെ രണ്ടുപേരുടെയും കല്യാണ നിശ്ചയം ഇപ്പൊ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ തന്നെ നടന്നേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അപശകനായിരിക്കും എന്നാ അദ്ദേഹം പറഞ്ഞത്. അയ്യോ, അത് വലിയ പ്രശ്നമാവുമല്ലോ. ഞങ്ങളെല്ലാവരും ഇവിടെ ആയി പോയില്ലേ, നിങ്ങളൊക്കെ വീട്ടിലും.
നിശ്ചയം പിന്നെ എങ്ങനെ നടത്താൻ? പ്രശ്നമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്തൊക്കെയായാലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കേട്ടിട്ടില്ലേ മണികണ്ഠ? ഭാഗ്യമുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെ തന്നെ ഉണ്ടല്ലോ. മുഹൂർത്തത്തിന് ഇനി സമയവും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് തന്നെ ഉറപ്പിച്ച അതേ മുഹൂർത്തത്തില് അവിടെ വെച്ച് തന്നെ നമുക്ക് കല്യാണ നിശ്ചയം നടത്താം. അതല്ലേ നല്ലത്? ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരാനോ പെർമിഷൻ കിട്ടാൻ വേണ്ടി സിദ്ധാർത്ഥിനെ വിളിച്ചൊന്ന് അന്വേഷിച്ചായിരുന്നു. പക്ഷെ കുറച്ചു നാളത്തേക്ക് അതൊന്നും നടക്കില്ല എന്നാ സിദ്ധാർത്ഥ് പറഞ്ഞത്. ഒന്നിനും ആർക്കും പെർമിഷൻ കൊടുക്കുന്നില്ലെന്ന് അറിഞ്ഞത്. ഇവിടെ ശ്രീധറും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യാണോ? അതെ, നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എൻഗേജ്മെന്റ് നടത്തിയാലോ എന്ന് അമ്മ പറയുന്നത്. ചെറിയച്ച എന്താ ടെൻഷനായിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധാർത്ഥ വിക്കിയും ഇവിടെ തന്നെ ഉണ്ട്. ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടി അവർ കേക്ക് പറഞ്ഞോളൂ. വേദാന്തിന്റെ അമ്മുവിന്റെ എൻഗേജ്മെന്റ് മാറ്റിവെക്കാൻ പറ്റില്ല. അവിടെ വെച്ച് തന്നെ നടത്താം. നിങ്ങൾ തന്നെ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കിക്കോ. ഞങ്ങൾ എല്ലാവരും എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. മുത്തശ്ശി പറഞ്ഞാ പിന്നെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കോ? ജയ്, നീ എന്തീ പറയുന്ന അളിയ? അവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ? ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന? അമ്മേ മുത്തശ്ശി, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. ചേട്ടന്റെയും റൗഡി കൊച്ചിന്റെയും എൻഗേജ്മെന്റിന് എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തുന്ന കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിക്കി. എന്തായാലും അതുകൊണ്ട് സമാധാനായി. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പ്രമി? എന്തായാലും നിങ്ങൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കിക്കോളാം. ആദ്യം വേദാന്തിനോടും അമ്മുവിനോടും കാര്യങ്ങൾ പറയാം. മേനോൻ കുടുംബത്തിലെ ബുദ്ധിമാനെ എല്ലാം അറേഞ്ച് ചെയ്യാന്ന് വലിയ വായില് പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞതാ. ഇവിടുന്ന് പുറത്തു പോയിട്ട് ഒന്നും വാങ്ങിക്കാനോ പിടിക്കാനോ പറ്റില്ല. അളിയ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ഈ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും നടത്തണം, അതാ ഇമ്പോർട്ടന്റ്. ചേട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? ഞാൻ ചേട്ടന് വേണ്ടി ഇത്രയെങ്കിലും തിരിച്ചു ചെയ്യണ്ടേ? ആണല്ലേ? എന്നെയും വേദാന്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരി അളിയ, അളിയൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുമ്പോ ഞാനും നിൽക്കും. താങ്ക് യു അളിയ. യെസ് യെസ് യെസ്, എൻഗേജ്മെന്റ് ഫിക്സ്ഡ്. വാട്ട് റബിഷ് അമൂല്യ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത്രയും സില്ലി ആയിട്ട് എന്തിനാ ബിഹേവ് ചെയ്യുന്നേന്ന്? ഞാൻ അന്നും ഇന്നും എന്നും സെയിം ടു സെയിം ആയിട്ടാ ബിഹേവ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് മാത്രമേ ഞാൻ പറയൂ. എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. സോ ഗുഡ് ബൈ. ഇത് അവസാന വാക്കാണോ? നീ കേട്ടിട്ടില്ലേ, വാക്കാണ് ഏറ്റവും വലിയ സത്യമെന്ന്. എന്റെ റേഞ്ചിന് നീ മാച്ച് ആവില്ല. നിനക്ക് മാച്ച് ആവുന്നത് ആരാണോ നീ അവരുടെ കൂടെ പോയിക്കും. അല്ല, സന്യാസിയായിട്ട് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ. പക്ഷെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണ്ട. അഹങ്കാരം കൂടുതലാ നിനക്ക്. നിനക്ക് വേണ്ടെങ്കിലേ എനിക്കും വേണ്ട. നിനക്ക് ഇത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയോ? ശരിയാക്കി തരാം. ശരി, ഞാൻ പോവാ.